അസ്സലാമു അലൈക്കും പ്രിയ സഹോദരങ്ങളെ. അവസാനം കുരുവട്ടൂരി കള്ളത്തരീക്കത്തുകാർ ഹാർമോണിയം മുതൽ മദ്ദളം മുതൽ എല്ലാം ഇവിടെ അനുവദനീയമാക്കുകയും വെറും തോന്നിവാസങ്ങൾ കാണിച്ചുകൊണ്ട് ഈ ഒരു ഷെയ്ഖിൻ്റെ മുന്നിൽ എന്തുമാകാം, എന്ത് അഴിഞ്ഞാട്ടവുമാകാം എന്ന് പറഞ്ഞുകൊണ്ട് കൈകൊട്ടിപ്പാടുകയും ഡാൻസ് കളിക്കുകയും ഒക്കെ ചെയ്യുന്ന രംഗങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണാൻ സാധിച്ചു. എന്നാൽ ഇവർ AP വിഭാഗത്തിനെ വിമർശിക്കാൻ വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ചുകൊണ്ട് അവന് ഉടുത്ത തുണി ഉരിഞ്ഞ് കാണിച്ചുകൊണ്ട് മറ്റവരോടുള്ള ആരിശം തീർക്കുകയാണെന്നാണ് മനസ്സിലാണത്. ഇവർ ഈ കള്ളത്തരീക്കത്തിൻ്റെ ആളുകൾ ഇവിടെ പ്രവർത്തിക്കുന്നത് ഇവിടെ എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം. ആരിൽ നിന്നോ അച്ചാരം വാങ്ങിയിട്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടിയിട്ട്. ഒരു ഷെയ്ഖോ ഒരു വലിയ ആളോ ആയാൽ അയാളായിരിക്കും ലോകം നിയന്ത്രിക്കാമെന്നും അയാളെ മുന്നിൽ ഏത് തോന്നിയാസം ചെയ്യാമെന്നും. ഇപ്പോൾ സ്ത്രീകൾ വന്നാൽ അത് പൂച്ചക്കുട്ടികൾ വന്നാൽ എങ്ങനെയുള്ളത് എന്നതുപോലെയാണ്. പൂച്ചക്കുട്ടിനെ നമുക്ക് എന്ത് ചെയ്യുക, താലോലിക്കുക, മടിയിലൊക്കെ ഇരുത്താലോ എന്നതുപോലെയാണ് എന്നൊക്കെ ഇവിടെ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഏറ്റവും ലജ്ജാവഹമായിട്ട് ഇസ്ലാമിനെ തന്നെ ലജ്ജിക്കുന്ന രൂപത്തിൽ മറ്റുള്ളവർക്ക് കാണാനും. എന്നതുപോലെ സുന്നികൾ എന്നുള്ള നിലക്ക് സുന്നികളെ വിമർശിക്കാൻ വേണ്ടിയിട്ട് പുത്തനാശയക്കാർക്ക് ഒരു വഴിയിട്ട് കൊടുക്കും കൂടിയാണ് ചെയ്യണത്. ഇത് കണ്ടോ സുന്നികൾ ഇങ്ങനെയൊക്കെ ചെയ്യണത്. ഇവർ സുന്നിയല്ല, ഇവർ ഈ സുന്നത്ത് ജമാഅത്തിൻ്റെ ഒരാൾക്കാരുമല്ല. എല്ലാ സുന്നി സംഘടനകളെയും മൊത്തത്തിൽ ഭയവിലാണെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. കാരണം ഇവിടെ ഒരു സുന്നി സംഘടനയുടെ ഈ ചെറുപ്പക്കാരനെ ഷെയ്ഖായിട്ട് അംഗീകരിക്കണില്ല. കുരുവട്ടൂർ അബ്ദുള്ള എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, ഇയാളെ ഷെയ്ഖായിട്ട് ഇവിടെ ഒരു സുന്നി സംഘടന അംഗീകരിക്കുന്നില്ല. ഇവർ 10-40 ആൾക്കാരും 10-30 ആൾക്കാരുണ്ട്. ഇവർ ചെറിയ ആളുകളും പിന്നെ ഇവർ കൂടിയ ഒരു സാവിയത്ത് സൂഫിയാറിന് കുറച്ച് ഒരു സംഘം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അവർ മാത്രമേ ഇവർ അംഗീകരിക്കുന്നുള്ളൂ. ഇവർ ഇവിടെ അനങ്ങണമെങ്കിൽ, ഇവർക്ക് മൂത്രിക്കണമെങ്കിൽ ഈ ഷെയ്ഖ് പറയണം. കാരണം അത്രക്കും അധപ്പതിച്ചു പോയി ഈ ലോകം. ഞങ്ങൾ ആലോചിക്കുകയാണ്, ദീനിൻ്റെ പുതിയ ഓരോ നിയമങ്ങൾ ഇപ്പം കട്ടയച്ച് വരികയല്ല ചെയ്യണത്. പഴയ കാലത്ത് അള്ളാഹിൻ്റെ റസൂൽ കാണിച്ചു തന്ന, സഹാബത്തും സലഫുസാലിങ്ങളും കാണിച്ചു തന്ന ആ കാര്യങ്ങൾ ഇവിടെ തനതായ രൂപത്തിൽ ഇവിടെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ സംഘടനകളോട് രൂപീകരിച്ചത്. എന്നാൽ ഇതിന്നൊക്കെ വിഭിന്നമായിക്കൊണ്ട് സ്വന്തം ആശയങ്ങൾ പോലും ഇല്ലാത്തൊരു പ്രത്യേകമായ ഒരു വേദമോ ഒരു പ്രത്യേകതയോ ഒന്നുമില്ലാതെ സ്വന്തം ഒരാളെ അങ്ങോട്ട് പിടിച്ചു വലിച്ചുകൊണ്ടെന്നുകൊണ്ട് അയാളെ ഷെയ്ഖാക്കി വെച്ചിട്ട് കുഞ്ഞാപ്പായി ഇയാളെങ്ങനെ കുത്തിർക്കുക. എന്നിട്ട് ഇയാളെയാണ് ആരാധിക്കേണ്ടത്, ആൾ ദൈവമാക്കി പോലെ. എന്നിട്ട് അയാളെ മുമ്പിൽ പാട്ട് പാടാൻ അയാൾക്ക് എന്തും ചെയ്യാമെന്നോ. ഇസ്രായേലിൻ്റെ നിയമമില്ലാതെ സ്വീകരിക്കാത്തൊരു എന്ത് തരീക്കത്താണ് ഇതന്നെ, കള്ളത്തരീക്കത്താണെന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ ഇതൊക്കെ